5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു നെയ്യപ്പാണിത്. നല്ലോണം ആരെടുത്ത പോലത്തെ നെയ്യപ്പാണ് കേട്ടത്. നോക്കി നല്ലോണം ആരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് പൊടിയില്ലേ, നമ്മുടെ പുട്ടുപൊടിയും പിന്നെ അതുപോലെ തന്നെ പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാക്കറ്റ്, അതിലത്തെ പാക്കറ്റിലെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 4 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് മൈദ കേട്ടോ. പിന്നെ 1/4 കപ്പ് റവ. നമ്മുടെ മൈദ അരിപ്പൊടിയും നമുക്ക് കുറച്ച് ഉണ്ടാക്കണ്ടുള്ളൂ എന്ന് വെച്ചെങ്കിൽ 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് മൈദ എടുത്താൽ മതി കേട്ടോ. പിന്നെ 1/4 മുറി തേങ്ങ കൊത്തുണ്ട് കേട്ടോ. കുറച്ച് വലിയതായിട്ട് കൊത്തിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 7 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് നെയ്യപ്പത്തിലേക്ക് നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാവും കേട്ടോ. ഇന്ത്യയിൽ വെളുത്ത ശർക്കരയാണ് ഉണ്ടായിരുന്നത്, അധികം കറുപ്പല്ലാത്ത ശർക്കര കേട്ടോ. അപ്പോൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകല്ലേ, അത് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ എള്ളാണ് എടുത്തിട്ടുള്ളത്, കറുത്ത എള്ള് കേട്ടോ. 1 ടീസ്പൂണോളം കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അരിപ്പൊടി, പിന്നെ മൈദ, പിന്നെ റവ, തേങ്ങാക്കൊത്ത്, ശർക്കര, ചെറിയ ജീരകം, എള്ള് കേട്ടോ. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അരിച്ചെടുക്കുക. കല്ലോ കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനൊരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം അരിപ്പൊടിയും മൈദയും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പാനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനിയാണ് കേട്ടോ. അത് ഇളം ചൂടിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അധികം ചൂടൊന്നും വേണ്ട, ഒരു ലൈറ്റ് ചൂടിലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശായിട്ട് നമ്മളിതുപോലെ കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തികയാത്തത് നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര പാനി ഒരു 7 അച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 കപ്പൊക്കെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും തികഞ്ഞില്ല, കാരണം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ നമ്മളെടുത്തതിൽ. അപ്പോൾ അത് തികയാത്ത കാരണം ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തികയാത്തതിൽ തന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ശരിയാവില്ല, നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ഒരു കപ്പും കൂടി വെള്ളം ചേർത്തിട്ട് ഞാനൊന്നും കൂടിയും ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ലൂസിലാണ് നമുക്ക് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് കിട്ടേണ്ടത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവ നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കട്ടൊന്നും കെട്ടാതെ കുറേശ്ശെ ഇട്ടിട്ട് ഒറ്റ ട്രിപ്പിലിട്ടിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എല്ലാ കട്ടകളും മാറ്റിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കട്ട കെട്ടാതെ നോക്കണം കേട്ടോ. കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്നും ഇട്ട് അടിക്കാൻ പറ്റില്ല, കാരണം റവ ചേർത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കട്ട കെട്ടരുത്. ഇനി കട്ട കെട്ടിയാൽ തന്നെ നമുക്ക് കയ്യിലോണ്ട് കട്ട മാറ്റാനേ പറ്റുള്ളൂ കേട്ടോ. മിക്സിയിൽ ഒരിക്കലും ഈ ഒരു ടൈമിൽ നമ്മൾ കട്ട കെട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇട്ടടിക്കാൻ പാടില്ല കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നെയ്യിലും കുറച്ചിട്ട് വറുത്തിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടും. ഞാൻ നെയ്യിലൊന്നും വറുത്തിട്ടില്ല, ഞാൻ കട്ട് ചെയ്ത പാട് തന്നെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ.
അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കൊത്തുകളാക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ എള്ളുമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ കൂട്ട് ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ടത് നമ്മൾ പൊള്ളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കുമ്പോൾ നമുക്കിത് വെക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം, അല്ലെങ്കിൽ പപ്പടം ചേർക്കാം കേട്ടോ. ഞാനിവിടെ പപ്പടാട്ട ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പപ്പടം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നല്ലതുപോലെ തന്നെ കൈകൊണ്ട് നല്ല പൊടിച്ച് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റിലാണ് നമ്മൾ ഈ പപ്പടത്തിന്റെ കൊടുക്കുന്നത്. സമയത്ത് നമുക്ക് ബേക്കിംഗ് സോഡയും ചേർക്കാം കേട്ടോ. നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക്. അങ്ങനെ ഓയിൽ ഇവിടെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിവിടെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു കയ്യിലെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടാവാൻ പാടില്ല, എന്നാലും തീരെ ചൂടാവാതിരിക്കാനും പാടില്ല കേട്ടോ ഓയിൽ. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ മീഡിയം സൈസിൽ ഇങ്ങനെ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതാ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ കുറേശ്ശായിട്ട് ഇത് പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ നെയ്യപ്പം. ആ ഒരു സൈഡ് പൊന്തി വന്നതിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മറ്റേ സൈഡും കൂടി ഒന്നും കൂടി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 സൈഡും മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മുടെ നെയ്യപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമുക്ക് നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വീർത്ത് തുടുത്ത നെയ്യപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് എണ്ണ വാർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതുപോലെ അടുത്തതും ചുട്ടെടുക്കുക കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ ഓരോ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ നെയ്യപ്പങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഈ ഒരു അളവിൽ നമുക്കൊരു 10-20 നെയ്യപ്പത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു അളവിൽ നമുക്ക്. അപ്പം ഇനി നെയ്യപ്പം ഉണ്ടാക്കാനൊന്നും കുറേ നേരം ടൈം എടുക്കണ്ട. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. കാരണം നല്ല വീർത്ത് വരുന്നുണ്ട്, നല്ല സോഫ്റ്റാണ്. നമുക്ക് അരി കുതിർത്തുക്കണ്ട, അരക്കണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അരി കുതിർത്തണ്ട, അരക്കണ്ട, എല്ലാം പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി റെസിപ്പിയാണല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ലോണം ആരെടുത്തിട്ടുണ്ട് നമ്മുടെ നെയ്യപ്പത്തിന്. അപ്പോൾ 10 മിനിറ്റ് പോലും നമുക്ക് വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം.